യൂണിറ്റ് 6 ഫോറസ്റ്റ് ഫെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കാട്ടിലെ ഉത്സവം കേട്ടോ. ഡാൻസ് ഓഫ് മൈലാശാൻ. ടുഡേ ദർ ഈസ് എ ഡാൻസ് ബൈ മൈലാശാൻ. സീ ഹിസ് പിക്ചർ. ലെറ്റ്സ് കളർ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഇന്ന് മൈലാശാന്റെ നൃത്തമുണ്ട്. പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മയിലിന്റെ ചുവടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് കളർ ചെയ്തിട്ട് അത് ഭംഗിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് കളർ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. ഫൈൻഡ് ദ ആൻസർ ടു ദ പ്രോബ്ലം ഇൻ ഈച്ച് ബോക്സ് ബിലോ. ഗിവ് കളർ ഓഫ് ദ ബോക്സസ് ടു റെസ്പെക്റ്റീവ് ആൻസർ. വൈറ്റ് ബോക്സസ് മീൻ നോ കളർ. ചുവടെ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ആൻസർ കണ്ടെത്തിയിട്ട് ആ ബോക്സിൽ ഉള്ള കളർ ഏതാന്ന് നോക്കുക. ആ കളർ ആൻസറിന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വൈറ്റ് ബോക്സസ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അവിടെ കളർ കൊടുക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം. ബ്ലൂ കളർ ബോക്സിൽ 15 - 12 എന്നാണ് അല്ലെ ക്വസ്റ്റ്യൻ. 15 - 12 എത്രയാണ്? 3 ആണ് അല്ലെ. 15 നിന്ന് 12 പോവാന്ന് പറഞ്ഞാൽ 12 നിന്ന് 15ലേക്ക് എണ്ണിയാൽ മതി അല്ലെ. അപ്പൊ എത്രയാ വരിക? 3 ആണ് വരിക. 3 എന്നുള്ള നമ്പറിനൊക്കെ എന്ത് ചെയ്യാ? ഡാർക്ക് ബ്ലൂ കളർ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഓറഞ്ച് കളർ ആണ് അല്ലെ. 12 - 10 ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 12 നിന്ന് 10 പോയാൽ എത്രയാണ്? 2 ആണ് വരിക അല്ലെ. 10 നിന്ന് 12ലേക്ക് എണ്ണുക കേട്ടോ. 2 എന്ന ആൻസർ വരുന്നതിനൊക്കെ ഓറഞ്ച് കളർ കൊടുക്കാം. നെക്സ്റ്റ് 19 - 10 ആണ്. 19 നിന്ന് 10 കുറയ്ക്കാനാണ്. അവിടെ എത്രയാ വരിക? 9 ആണ് വരിക. അവിടെ ബോക്സ് വൈറ്റ് കളർ ആണ്. നോ കളർ എന്നല്ലേ കളർ ചെയ്യണ്ട കേട്ടോ. അടുത്തത് 10 - 5 ആണ്. ഗ്രീൻ ബോക്സ് ആണ് കേട്ടോ. 10 നിന്ന് 5 കുറച്ചാൽ എത്രയാ? 5 ആണ്. 5 എന്നുള്ള നമ്പറിനെല്ലാം ഗ്രീൻ കളർ കൊടുക്കുക കേട്ടോ. ലൈറ്റ് ഗ്രീൻ ആണ്. നെക്സ്റ്റ് 20 - 10 ആണ്. വൈറ്റ് ബോക്സ് ആണ്. 20ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാണ്? 10 ആണ്. കളർ കൊടുക്കണ്ട. നെക്സ്റ്റ് യെല്ലോ ബോക്സ് ആണ് അല്ലെ. 3 - 2 ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3ൽ നിന്ന് 2 പോയാൽ 1 ആണ്. 1നൊക്കെ എന്ത് ചെയ്യാം? യെല്ലോ കളർ കൊടുക്കുക. നെക്സ്റ്റ് 19 - 11 ആണ്. 19ൽ നിന്ന് 11 കുറയ്ക്കാന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 8 ആണ് വരിക അല്ലെ. അപ്പൊ 8ല് കളർ ഒന്നും കൊടുക്കണ്ട. നെക്സ്റ്റ് 19 - 12 ആണ്. വൈറ്റ് ബോക്സിന് കളർ ഇല്ല അല്ലെ. 7 ആണ് വരിക. 7 കളർ കൊടുക്കണ്ട. അടുത്തത് 12 - 1 ആണ്. 12 നിന്ന് 1 കുറച്ചാൽ എത്രയാ? 11 ആണ്. 11ന് എന്ത് ചെയ്യുക? ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ബോക്സ് ആണ് അല്ലെ. 8 - 2 ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 8ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാ? 6 ആണ്. 6നൊക്കെ എന്ത് ചെയ്യുക? ഡാർക്ക് ഗ്രീൻ കളർ കൊടുക്കുക കേട്ടോ. അടുത്തത് ബ്ലാക്ക് ബോക്സ് ആണ്. 8 - 4 ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 8ൽ നിന്ന് 4 പോയാൽ എത്രയാ? 4 ആണ്. 4നെല്ലാം ബ്ലാക്ക് കളർ കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് 15 - 3 ആണ്. 15 നിന്ന് 3 കുറച്ചാൽ എത്രയാ? 12 ആണ്. 12ന് കളർ കൊടുക്കണ്ട കേട്ടോ. നെക്സ്റ്റ് ഡാൻസ് ആണ്. മെനി കെയിം ടു വാച്ച് ദ ഡാൻസ്. ഓൾഡ് മങ്കി കെയിം വിത്ത് ദ യങ് മങ്കി. ദേ ഗേവ് എ 20 rupee നോട്ട് ഫോർ ദ ടിക്കറ്റ്സ്. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് ബാക്ക്? ഹൗ മച്ച് ഫോർ ദ ടിക്കറ്റ്സ്. കുറെ പേര് ഡാൻസ് കാണാൻ വന്നു. അവിടെ ഓൾഡ് മങ്കി വന്നിട്ടുണ്ട് കേട്ടോ. യങ് മങ്കിയും ആയിട്ടാണ് വന്നിരിക്കുന്നത്. 20 rupee നോട്ടാണ് ടിക്കറ്റിനായിട്ട് കൊടുത്തത് കേട്ടോ. അവിടെ ടിക്കറ്റ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എന്താണ്? അഡൾട്ട് ₹8 എന്നും ചിൽഡ്രൻ ₹6 എന്നും. മുതിർന്നവർക്ക് എത്ര രൂപയാണ്? 8 കേട്ടോ. കുട്ടികൾക്ക് എത്രയാണ്? ₹6 ആണ് കേട്ടോ. ഇവര് കൊടുത്തത് എത്ര രൂപയാണ്? 20 rupee നോട്ടാണ് കൊടുത്തത് കേട്ടോ. ടിക്കറ്റിനായിട്ട് എത്രയാണ് അവർക്ക് ബാക്കി തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ് ടിക്കറ്റ്സിന് ആയത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഫോർ ഓൾഡ് മങ്കിക്ക് എത്രയാണ് ടിക്കറ്റ് റേറ്റ്? 8 rupees ആണ് നമുക്ക് അറിയാം അല്ലെ. അതുപോലെ ഫോർ യങ് മങ്കിക്ക് എത്രയാണ്? 6 rupees അല്ലെ ടിക്കറ്റ് റേറ്റ്. അപ്പൊ ടോട്ടൽ റുപ്പീസ് എത്രയാണ്? 8 + 6 ചെയ്യുന്നത് അല്ലെ. 8 + 6 എന്ന് പറഞ്ഞാൽ 14 അല്ലെ. 14 rupees എന്ന് ബോക്സിൽ എഴുതാം. ഇനി നമുക്ക് അവർക്ക് എത്ര തിരിച്ചു കിട്ടി എന്ന് അറിയണം അല്ലെ. അവർ കൊടുത്തത് എത്ര രൂപയാണ്? 20 rupees ആണ് അല്ലെ. എത്ര റേറ്റ് ആണ് ആയത്? 14 rupees ആണ്. അപ്പൊ എത്ര തിരിച്ചു കിട്ടിയെന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 20ൽ നിന്ന് 14 കുറച്ചാ പോരെ. അതാണ് കേട്ടോ ഇവിടെ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ടു ഫൈൻഡ് ഹൗ മച്ച് ദേ ഗെറ്റ് ബാക്ക്, ടേക്ക് 14 ഫ്രം 20. അവർക്ക് എത്രയാണ് തിരിച്ചു കിട്ടിയത് എന്ന് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 20ൽ നിന്ന് 14 എടുത്ത് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതായത് 20 - 14 ചെയ്താൽ മതി അല്ലെ. ഇവിടെ ഡിഫറെന്റ് വേസ് തന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ കുറയ്ക്കാം. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഏറ്റവും എളുപ്പമായി തോന്നുന്നത് ഏതാണോ അത് പഠിച്ചു വെക്കുക കേട്ടോ. ഫസ്റ്റ് എങ്ങനെയാ ചെയ്തിരിക്കുന്നത്? ടേക്കിംഗ് 10 ഫ്രം 20 ലീവ്സ് 10. 4 ഫ്രം 10 ലീവ്സ് 6. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഈ 20ൽ നിന്ന് 10 എടുത്തു മാറ്റുക കേട്ടോ. അപ്പൊ ബാക്കി എത്രയാ? 10 വരൂ അല്ലെ. 4 ഫ്രം 10 ലീവ്സ്. ബാക്കി 10ൽ നിന്ന് എന്ത് ചെയ്യാം? 4 എടുത്ത് മാറ്റുക. അപ്പൊ എത്രയാ? 6 ആവൂലോ. അപ്പൊ 20 - 14 എന്ന് പറഞ്ഞാല് 6 വരൂ അല്ലെ. അതന്നെയാണ് ചുവടെ ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. 20 - 10 ചെയ്തു ആദ്യം. 20ൽ നിന്ന് 10 കുറച്ചാല് ബാക്കി 10 ആയി. ദെൻ 10ൽ നിന്ന് 4 കുറച്ചു. അപ്പൊ എത്രയാണ്? 6 കേട്ടോ. അപ്പൊ 20 - 14 എന്ന് പറഞ്ഞാൽ എത്രയാ? ഈസ് ഈക്വൽ ടു 6. ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ലൈക്ക് ദിസ് ആൾസോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനത്തെ ഈ രീതിയിലും കാണാമെന്നാണ് കേട്ടോ. അതായത് 20 എന്ന് പറഞ്ഞാല് 10 + 10 അല്ലേ. 2 10s ഉണ്ട് അല്ലെ 20ല്. അപ്പൊ 10 + 10 അതിൽ നിന്ന് എത്രയാ കുറയ്ക്കേണ്ടത്? ഒരു 10ഉം ഒരു 4 കുറയ്ക്കേണ്ടത് അല്ലെ.
അതായത് 10 പ്ലസ് 10 മൈനസ് 10 പ്ലസ് 4 കുറയ്ക്കുക കേട്ടോ. അപ്പൊ 10ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാ? 6 വരുമല്ലോ. 10ൽ നിന്ന് 10 പോയാൽ എത്രയാ? 0 വരും. ബാക്കി എത്രയാ? 6 അല്ലെ. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി അവിടെ സീബ്ര പറയുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. സീബ്ര എന്താ പറയുന്നത്? 20 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 10 ആണല്ലോ. 20യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ 10 അല്ലേ. 10ഉം 10ഉം കൂട്ടുമ്പോഴല്ലേ 20 വരുന്നത്. ഇനി 14 എന്ന് പറയുന്നത് എന്താണ്? 14ന്റെ ഹാഫ് എത്രയാ? 7 ആണ് അല്ലെ. അപ്പൊ 7 പ്ലസ് 7 ആണല്ലോ 14. അപ്പൊ എന്താ ചെയ്യുന്നത്? ടേക്കിംഗ് 7 ഫ്രം 10 ലീവ്സ്. ആദ്യം എന്ത് ചെയ്യാ? 10ൽ നിന്ന് 7 ലീവ്സ് എടുത്തു. അപ്പൊ നമുക്ക് 3 കിട്ടും. ദെൻ അടുത്ത 10ൽ നിന്ന് again ഒരു 7 ലീവ്സ് എടുക്കുക കേട്ടോ. 7 ഫ്രം ദ നെക്സ്റ്റ് 10 ലീവ്സ്. അപ്പൊ എത്രയാ? 3. അപ്പൊ 20 മൈനസ് 14 എന്ന് പറഞ്ഞാല് 3 പ്ലസ് 3 6. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ വിവിധ രീതി കാണിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് മൈനസ് ചെയ്യാന് ഏതാണോ എളുപ്പം തോന്നുന്നത് അത് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഫ്ലൈയിങ് കോൺടെസ്റ്റ്, പറക്കൽ മത്സരം കേട്ടോ. ഫ്ലൈയിങ് കോൺടെസ്റ്റ് അറ്റ് മേഘമാല. There are 20 eagles in the contest. മേഘമാലയില് പറക്കൽ മത്സരമാണ്. എത്ര പേരുണ്ട് മത്സരത്തിന്? 20 ഈഗിൾസ്, 20 പരുന്തുകൾ ഉണ്ട് കേട്ടോ. അവിടെ പാരറ്റ് പറയുകയാണല്ലേ, തത്ത പറയാണ് എനിക്ക് ഇപ്രാവശ്യം ജയിക്കണം എന്നുണ്ട് എന്ന് പറയാണ് കേട്ടോ. ഐ വാണ്ട് ടു വിൻ ദിസ് ടൈം എന്ന് പറയുന്നുണ്ട്. അവിടെ കണ്ടോ ജിറാഫ് എന്താ പറയുന്നത്? ചക്കീസ് വിങ്സ് ആർ ബ്രോക്കൺ, ഷീ ഡ്രോപ്ഡ് ഔട്ട്. ചക്കിപ്പരുന്തിന്റെ ചിറകുകള് മുറിഞ്ഞിരിക്കുന്നു, അവള് മത്സരത്തിന് ഒഴിവായി എന്ന് പറയാണ് കേട്ടോ. അപ്പൊ മൊത്തം ഈഗിൾസ് ബാക്കി എത്ര ഉണ്ട് എന്ന് ഡീർ പറയാണ് കേട്ടോ. സോ ദ അതർ 19 ഈഗിൾസ് വിൽ ടേക്ക് പാർട്ട്. മൊത്തം 20 ഈഗിൾസ് ആണ് ഉണ്ടായിരുന്നല്ലേ. അതില് ചക്കിപ്പരുന്ത് ഒഴിവായി എന്ന് പറയുമ്പോൾ ബാക്കി എത്ര ഈഗിൾസ് ഉണ്ട്? 19 ഈഗിൾസ് മത്സരത്തിന് പങ്കെടുക്കും എന്ന് പറയാണ് കേട്ടോ. ഡേ ഓഫ് ദ ഫ്ലൈറ്റ് കോൺടെസ്റ്റ്, പറക്കൽ മത്സര ദിവസമാണ് കേട്ടോ. ക്രോസ് കെയിം വിത്ത് ദയർ ഫാമിലീസ്, 29 ക്രോസ്. എന്താണ് അവിടെ കണ്ടോ? ഫ്ലൈയിങ് കോൺടെസ്റ്റ് ദിവസം ദ ക്രോസ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാക്കകൾ എത്തിയിട്ടുണ്ട്. അവരുടെ ഫാമിലിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. കുടുംബാംഗങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ക്രോസ് എത്ര ഉണ്ട്? 29 ക്രോസ് ഉണ്ട് കേട്ടോ. വിച്ച് ആർ മോർ, ഈഗിൾസ് ഓർ ക്രോസ്? അതായത് ഈഗിൾസ് ആണോ ക്രോസ് ആണോ കൂടുതലോ എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ഈഗിൾസ് എത്രയാണ്? 19 ആണ്. നമ്പർ ഓഫ് ക്രോസ് എത്രയാണ്? 29 ആണ്. ഏതാണ് കൂടുതൽ? ക്രോസ് ആണ് അല്ലെ. ക്രോസ് എന്ന് എഴുതാം. ഹൗ മെനി മോർ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എത്രണ്ട് കൂടുതലാണെന്ന്. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് ക്രോസിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് ഈഗിൾസ് കുറച്ചാൽ മതി അല്ലെ. അതായത് 29 മൈനസ് 19 ചെയ്താൽ പോരെ. അതാണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോർ ദാറ്റ് ടേക്ക് അവേ 19 ഫ്രം 29. അതിനായിട്ട് എന്ത് ചെയ്യുക? 29 നിന്ന് 19 ടേക്ക് അവേ ചെയ്യുക കേട്ടോ. എടുത്ത് കളയുക. 29 മൈനസ് 19 ചെയ്യാനായിട്ട് ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് 9 29 നിന്ന് കുറയ്ക്കുക. അപ്പൊ 20 കിട്ടും. ദെൻ 20ൽ നിന്ന് 10 കുറയ്ക്കുക, 10 കിട്ടും. അപ്പൊ എത്രയാണ് ആൻസർ? 10 കേട്ടോ. അടുത്തത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ നോക്കൂ. 29 മൈനസ് 9 ചെയ്തു. ആദ്യം 20 കിട്ടി. 20 മൈനസ് 10 ചെയ്തു, 10 കിട്ടി. വി ക്യാൻ റൈറ്റ് ലൈക്ക് ദീസ് ആൾസോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 29 സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക കേട്ടോ. 20 പ്ലസ് 9 എന്ന് എഴുതാം. അതിൽ നിന്ന് എത്രയാ കുറയ്ക്കേണ്ടത്? 19 ആണ് കുറയ്ക്കേണ്ടത്. 19 സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. 10 പ്ലസ് 9 എന്ന് എഴുതിയിരിക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? 9ൽ നിന്ന് 9 കുറച്ചു, 0 കിട്ടി. ദെൻ 20ൽ നിന്ന് 10 കുറച്ചു, 10 കിട്ടി. അപ്പൊ 10 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 10 കേട്ടോ. അങ്ങനെയും ചെയ്യാം. ക്രോസ് ആർ സിറ്റിംഗ് ഇൻ 2 branches. Monkey counted them, 18 crows in 1 branch. So how many in the other branch എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് കാക്കകള് 2 മരക്കൊമ്പുകളിലായിട്ട് ഇരിക്കുകയാണ്. കുരങ്ങൻ അത് കൗണ്ട് ചെയ്തു കേട്ടോ. അവരെ എണ്ണി നോക്കി. അപ്പൊ ഒരു ബ്രാഞ്ചില് 18 ക്രോസ് ഉണ്ട്. അപ്പൊ അടുത്ത ബ്രാഞ്ചിൽ എത്ര ക്രോസ് ഉണ്ട് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ക്രോസ് എത്രയായിരുന്നു? 29 ക്രോസ് ആണ് അല്ലെ. അപ്പൊ 18 ക്രോസ് ഒരു ബ്രാഞ്ചിൽ ഉണ്ടെങ്കിൽ ബാക്കി എത്ര ക്രോസ് ആണ് നെക്സ്റ്റ് ബ്രാഞ്ചിൽ ഉണ്ടാവുക? എന്ത് ചെയ്താൽ മതി? ടേക്ക് 18 ഫ്രം 29 ചെയ്താൽ മതി അല്ലെ. അതായത് 29ൽ നിന്ന് 18 എടുത്താൽ പോരെ. അതിനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യാം? 10 29 നിന്ന് കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 19 കിട്ടും. 19ൽ നിന്ന് 8 കുറയ്ക്കുക കേട്ടോ. അതാണ് ചെയ്തിരിക്കുന്നത്. 10 ഫ്രം 29 ലീവ്സ് 19. then 8 ഫ്രം 19 ലീവ്സ് 11. അതാണ് അവിടെ സൈഡിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. 29 മൈനസ് 10 ഈസ് ഈക്വൽ ടു 19. 19 മൈനസ് 8 ഈസ് ഈക്വൽ ടു 11. ഇനി അത് വേറൊരു രീതിയിൽ ചെയ്തിരിക്കുകയാണ്. 29 മൈനസ് 19 നമുക്ക് എന്ത് ചെയ്യാം? 20ൽ നിന്ന് 10 ആദ്യം കുറയ്ക്കുക. 20ൽ നിന്ന് 10 കുറച്ചു കഴിഞ്ഞാൽ 10 കിട്ടും. ദെൻ 9ൽ നിന്ന് 8 കുറയ്ക്കുക കേട്ടോ. അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതില്ലേ. 29 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 9 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അതിൽ നിന്ന് 18 10 പ്ലസ് 8 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് കുറയ്ക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 9ൽ നിന്ന് 8 കുറച്ചാൽ 1 കിട്ടും. 20ൽ നിന്ന് 10 കുറച്ചാൽ 10 കിട്ടും. അപ്പൊ 10 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 11 കേട്ടോ. ഹൗ മെനി ക്രോസ് ആർ ദർ ഇൻ ദ ഫസ്റ്റ് ബ്രാഞ്ച് ദാൻ ദ സെക്കൻഡ്? രണ്ടാമത്തെ മരക്കൊമ്പിൽ ഉള്ളതിനെയും കാട്ടിലും എത്ര കൂടുതൽ കാക്കകള് ആദ്യത്തെ മരക്കൊമ്പിൽ ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടിരുന്നു അല്ലെ. 18 ക്രോസ് ആണ് ഉണ്ടായിരുന്നത്.
സെക്കൻഡ് ബ്രാഞ്ചിൽ ഇപ്പോ 11 ക്രോസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര കൂടുതൽ ക്രോസ് ആണ് ഫസ്റ്റ് ബ്രാഞ്ചിൽ ഉള്ളത്? എന്ത് ചെയ്താൽ മതി? 80 നിന്ന് 11 കുറച്ചാൽ മതി അല്ലെ? ടു ഫൈൻഡ് ഹൗ മെനി മോർ വി വിൽ ഹാവ് ടു ടേക്ക് അവേ 11 ഫ്രം 80. അതായത് എത്ര കൂടുതൽ ഉണ്ടെന്ന് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 18 നിന്ന് 11 എടുത്തു മാറ്റിയാൽ മതി അല്ലെ? 18 മൈനസ് 11 ചെയ്യാം അല്ലെ? വാട്ട് ഐ ഡിഡ്, വാട്ട് മൈ ഫ്രണ്ട് ഡിഡ്, അനദർ വേ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ആദ്യത്തെ മെത്തേഡ് എന്ത് ചെയ്തു? 18 നിന്ന് ആദ്യം 10 കുറച്ചു, അപ്പൊ ബാക്കി എത്ര കിട്ടി? 8 കിട്ടി. ദെൻ 8 നിന്ന് 1 കുറയ്ക്കുക കേട്ടോ, അപ്പൊ 7. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ചെയ്ത മെത്തേഡ് നോക്കൂ. 18 നിന്ന് 8 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 10 കിട്ടും. ദെൻ 10 നിന്ന് 3 കുറച്ചു, അപ്പൊ 7 കേട്ടോ. അവിടെ അനദർ വേ കാണിച്ചിട്ടുണ്ട്. 18 എന്ന് പറയുന്നത് 10 പ്ലസ് 8 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് 11 എന്ന് പറയുന്നത് 10 പ്ലസ് 1 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് കുറയ്ക്കുക കേട്ടോ. 8 വൺസിൽ നിന്ന് 1 കുറച്ചാൽ 7 വൺസ് കിട്ടും അല്ലെ? ദെൻ 10s കുറയ്ക്കുക. 10 നിന്ന് 10 പോയാൽ 0, അപ്പൊ എത്രയാ? 7 കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.